ഹലോ മക്കൾ, സൈലത്തിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മളെ കറണ്ട് ഇലക്ട്രിസിറ്റി ധാരാ വൈദ്യുതി എന്ന ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു 4 ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സംസാരിക്കുന്ന JK ആണ്, നിങ്ങളുടെ ഫിസിക്സ് അധ്യാപകൻ. നമുക്ക് അടുത്ത പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണിത്. ഇനി 10ാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാലും കൂടുതൽ പഠിക്കാൻ, ഫിസിക്സിനകത്ത് എപ്പോഴും പഠിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് എപ്പോഴും വരുന്നൊരു ഭാഗമാണ് നമ്മളെ കറണ്ട് അല്ലെങ്കിൽ വൈദ്യുതിയെ. അപ്പൊ ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഒരു 4 ക്വസ്റ്റ്യൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ക്വസ്റ്റ്യൻ ആണ് എൻ്റെ പൊന്നു മക്കൾസ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പരിശുദ്ധമായ മനസ്സോടുകൂടി പരിശുദ്ധമായ വാക്കുകളിലേക്കും പരിശുദ്ധമായ സ്ക്രീനിലേക്കും ഞാൻ നിങ്ങളെ ആവാഹിച്ചെടുക്കേണ്ട എല്ലാവരും കൂടി ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് എടുക്കാം. ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ, എപ്പോഴും പരീക്ഷയ്ക്ക് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം വളരെ ക്ലിയർ ആയിട്ട് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കണം എൻ്റെ മക്കൾസ്. അപ്പൊ എല്ലാവരും ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ നമുക്ക് തന്നിട്ടുള്ളത്? ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ചു നോക്കാം. ആൻ അമ്മീറ്റർ ദാറ്റ് കണക്ട് ടു ആൻ ഇലക്ട്രിക് സർക്യൂട്ട്. ഒരു സർക്യൂട്ടിൽ നമ്മൾ അമ്മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു? ഷോസ് ദ റീഡിംഗ് ഓഫ് 2 ആംപിയർ. അപ്പൊ ആ ഒരു അമ്മീറ്ററിനകത്തുള്ള റീഡിംഗ് എന്ന് പറഞ്ഞാൽ 2 ആംപിയർ നമുക്ക് തന്നിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ഹൗ മെനി ചാർജസ് ഫ്ലോ ത്രൂ ദ അമ്മീറ്റർ ഇൻ 10 സെക്കൻഡ്. അങ്ങനെയെങ്കിൽ 10 സെക്കൻഡ് കൊണ്ട് എത്രത്തോളം ചാർജുകൾ അതിലൂടെ പാസ് ചെയ്തു, അതാണ് നമ്മൾ കണ്ടെത്തുന്നത്. നോക്കൂ, ഒരു വൈദ്യുത സർക്യൂട്ടിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന അമ്മീറ്റർ 2 ആംപിയർ റീഡിംഗ് ആണ് കാണിക്കുന്നതെങ്കിൽ അമ്മീറ്ററിലൂടെ 10 സെക്കൻഡ് കൊണ്ട് എത്ര ചാർജ് ഒഴുകും എന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻ. എപ്പോഴും നമുക്ക് പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തെഴുതണം. അതിന് നിങ്ങൾക്ക് ഒരു 1/2 മാർക്ക് കിട്ടും. ഇക്വേഷൻ എഴുതിയാൽ വീണ്ടും ഒരു 1/2 മാർക്ക്. ആ ഇക്വേഷൻ സംഖ്യകൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് ഒരു 1/2 മാർക്ക്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ 1.5 മാർക്ക്. ആ 1.5 മാർക്ക് പിന്നീട് 2 മാർക്കായി മാറുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ പൊന്നു മക്കൾസ്, നമുക്ക് എന്തൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്? അമ്മീറ്റർ റീഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കറണ്ട് ആണല്ലേ. അപ്പൊ I is equal to 2 ആംപിയർ. I is equal to 2 ആംപിയർ. കറണ്ട് I എന്ന് പറഞ്ഞാൽ 2 ആംപിയർ ഇതിനകത്ത് തന്നിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ തന്നിട്ടുണ്ട് ഇതിനകത്ത്? 10 സെക്കൻഡ് സമയം. അപ്പൊ T എന്ന് പറഞ്ഞാൽ 10 സെക്കൻഡ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ 2 കാര്യങ്ങൾ നമ്മളോട് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതിലൂടെ ഒഴുകുന്ന ചാർജ് ആണ് കാണാൻ പറഞ്ഞത്. അപ്പൊ ചാർജ് എന്ന് പറഞ്ഞാൽ Q ആണ്. Q എന്ത് ചെയ്യണം? നമ്മളൊരു ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടും. ഈ ക്വസ്റ്റ്യൻ മാർക്ക് എന്തായാലും പേടിക്കണ്ട കേട്ടോ. അങ്ങനെയെങ്കിൽ നമ്മൾ ഇക്വേഷൻ എന്താണ്? ഐയും ടിയും ക്യൂവും വരുന്ന ഇക്വേഷൻ ഏതാണ്? Q is equal to I. നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു? I is equal to നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു? I is equal to Q by T. നമ്മൾ ഇക്വേഷൻ ഏതാണ്? I is equal to Q by T എന്നാണ് അല്ലേ. അങ്ങനെയെങ്കിൽ ഇതിൽ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് മക്കൾസേ? എന്തൊക്കെയാണ് ഇതിനകത്ത് തന്നിട്ടുള്ളത്? I തന്നിട്ടുണ്ട്, ടിയും തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ Q അല്ലേ കാണേണ്ടത്. അപ്പൊ താഴെയുള്ളതിനെ നമ്മൾ ഈ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഹരിക്കണം എന്നുള്ള സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഗുണിക്കണം എന്നായിട്ട് മാറും. അങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലേ. ഡിവിഷൻ എന്നുള്ളത് ഈക്വലിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷനായി മാറും. അങ്ങനെയെങ്കിൽ നമ്മൾ ഇക്വേഷൻ എന്ത് ചെയ്താ? ഇതിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ I × T സമം Q ഈക്വൽ ടു Q എന്ന് എഴുതി. കറക്റ്റ് ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ, ബുദ്ധിമുട്ടില്ലല്ലോ, മനപ്രയാസമില്ലല്ലോ, ഓക്കെ ആണല്ലോ, സെറ്റ് അല്ലേ? അങ്ങനെ Q is equal to I × T എന്ന് എഴുതി. ഇതാണ് നമ്മൾ ഇക്വേഷൻ. Q is equal to I × T. ഇനി നിങ്ങൾക്ക് നേരെ ഇതിനകത്ത് എന്ത് ചെയ്യാം? നേരെ ഗുണിച്ചാൽ മതി അല്ലേ, വേറെ ഒന്നും ചെയ്യാല്ല. എന്താണ് ചെയ്യേണ്ടത് നോക്കൂ. I എന്ന് പറഞ്ഞാൽ 2 ആംപിയർ, I എന്ന് പറഞ്ഞാൽ 2 ആംപിയർ, T എന്ന് പറഞ്ഞാൽ 10 സെക്കൻഡ്. അങ്ങനെയെങ്കിൽ നമ്മൾ ആൻസർ എത്ര? 2 × 10 എന്ന് പറഞ്ഞാൽ 20. യൂണിറ്റ് എന്തായിരിക്കും? കുളോം. ഇത്ര ഉള്ളത് ചെയ്യാൻ വളരെ ഈസി ആണല്ലോ മക്കളെ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ എന്താ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എത്ര മാത്രമുള്ളൂ. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് എഴുതണം. I എന്ന് പറഞ്ഞാൽ 2 ആംപിയർ, T എന്ന് പറഞ്ഞാൽ 10 സെക്കൻഡ്, Q ആണ്, ചാർജ് ആണ് നമുക്ക് കാണേണ്ടത്. അങ്ങനെയെങ്കിൽ ഐയും ക്യൂയും ടിയും വരുന്ന ഇക്വേഷൻ I is equal to Q by T എന്നൊരു ഇക്വേഷൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ. കറണ്ട് കണ്ടെത്താൻ ചാർജ് ബൈ ടൈം ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ Q ആണ് കാണേണ്ടത്. അപ്പോൾ ടീനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ I × T is equal to Q എന്ന് എഴുതാം. കറക്റ്റ് ആണല്ലോ. അങ്ങനെ Q is equal to I × T. ജസ്റ്റ് ഞാൻ ഒന്ന് ഫാസ്റ്റ് ആയിട്ട് പറയാം. I is equal to Q by T. ഇതാണ് നമ്മൾ ഇക്വേഷൻ. I is equal to Q by T. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? Q കാണാം. ഈ ടീനെ അങ്ങോട്ട് കൊണ്ടുപോവാം. അപ്പോൾ I × T സമം Q എന്ന് വരും. I × T സമം Q എന്ന് വരും. അങ്ങനെയെങ്കിൽ Q is equal to I × T. I എന്ന് പറഞ്ഞാൽ 2 ആംപിയർ, T എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ് ആയിരുന്നു?
10 സെക്കൻഡ്. അങ്ങനെയെങ്കിൽ 20 കുളോം ചാർജാണ് അതിലൂടെ ആ അമ്മീറ്ററിലൂടെ പാസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ വളരെ ക്ലിയർ ആയിട്ട് പൂർത്തീകരിച്ചിരിക്കുന്നു. എല്ലാവർക്കും സെറ്റ് ആയിട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ ചാറ്റിനകത്ത് നമ്മൾ 4 ക്വസ്റ്റ്യൻ ആണെന്ന് ചെയ്യാൻ പോകുന്നത്. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കൂ. 9 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണത്തിലാണ് അല്ലേ, 9 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം പ്രവർത്തിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണത്തിൽ 6 വൈദ്യുത സെല്ലുകൾ ശ്രേണിയിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. 6 വൈദ്യുത സെല്ലുകൾ, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന 6 ബാറ്ററികൾ എന്ത് ചെയ്യുന്നു, സീരീസ് ആയിട്ട് ശ്രേണിയായിട്ട് ഘടിപ്പിക്കുന്നുവെങ്കിൽ ഒരു സെല്ലിലെ EMF എത്ര എന്നാണ്. അതായത് 6 ഇലക്ട്രിക് സെൽ ആർ കണക്റ്റഡ് ഇൻ സീരീസ്. അതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. സീരീസിലാണ് കണക്ട് ചെയ്തത്, ശ്രേണി രീതിയിലാണ് കണക്ട് ചെയ്തത്. ഇൻ ആൻ ഇലക്ട്രോണിക് ഡിവൈസ് വിച്ച് വർക്ക്സ് 9 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം. 6 ബാറ്ററികൾ നമ്മൾ സീരീസ് ആയിട്ട് ശ്രേണിയായിട്ട് ഘടിപ്പിച്ചപ്പോൾ ടോട്ടൽ വോൾട്ടേജ് എത്ര കിട്ടി? 9 വോൾട്ട് കിട്ടി. അങ്ങനെയെങ്കിൽ ഫൈൻഡ് ഔട്ട് ദ 1 സെൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മക്കളെ, ഇതിനകത്ത് ഒരു പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷനും വേണ്ട. നമ്മൾ എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾ, ഇതിപ്പോൾ ഒരു സെല്ലാണ്. നമ്മൾ സാധാരണ ബാറ്ററി എന്നൊക്കെ പറയും അല്ലേ, അങ്ങനെ എത്ര എണ്ണം കണക്ട് ചെയ്യണം? 6 എണ്ണം കണക്ട് ചെയ്യണം. എത്ര എണ്ണം കണക്ട് ചെയ്യണം? 6 എണ്ണം. 1 2 3 4 അടുത്ത് 5 6, ഇങ്ങനെ 6 എണ്ണം ഒരു സർക്യൂട്ടിൽ 6 എണ്ണം ഘടിപ്പിച്ചപ്പോൾ ഇവിടുത്തെ ടോട്ടൽ പൊട്ടൻഷ്യൽ വ്യത്യാസം, ഇവിടുത്തെ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര കിട്ടി? 9 വോൾട്ട് കിട്ടിയെങ്കിൽ ഇവിടുത്തെ ഒരു സെല്ലിൻ്റെ വോൾട്ടേജ് എത്രയെന്നാണ് നമ്മൾ ചോദ്യം. ഒറ്റ സെല്ലിൻ്റെ വോൾട്ടേജ് എത്രയായിരിക്കും? ഒരു സെല്ലുണ്ടാകുന്ന EMF എത്ര? 1 സെല്ലിലെ EMF എത്ര? അതാണ് കാണേണ്ടത്. ജസ്റ്റ് ഒന്നുമില്ല, ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാം. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്താ അറിയോ, ശ്രേണി രീതിയിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, എല്ലാ സീരീസ് ആയിട്ട് ഒരുമിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ടോട്ടൽ വോൾട്ടേജ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഒന്ന് കണ്ടെത്താൻ എന്താ ചെയ്താൽ മതി? ഇതാ ഇവിടെ നോക്കും മക്കൾസ്, എന്ത് ചെയ്താൽ മതി മക്കൾ? ഇവിടെ നോക്ക്, എന്ത് ചെയ്താൽ മതി? ടോട്ടൽ EMF എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ വോൾട്ടേജ് എത്ര കിട്ടിയത്? 9 വോൾട്ടാണ്. ബൈ എത്ര സെല്ലുണ്ട്? 6 സെല്ലുകൾ നമുക്ക് കണക്ട് ചെയ്തു. അങ്ങനെയെങ്കിൽ ആൻസർ എത്ര കിട്ടി? 1.5 എന്ന് കിട്ടി. അത്രേ ഉള്ളൂ. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? ഞാൻ ഒന്നുകൂടി ജസ്റ്റ് പറഞ്ഞുതരാം. മക്കൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് നമ്മൾ എന്ത് ചെയ്തു, ഒരു സെല്ലെടുത്തു, രണ്ടാമത്തെ സെല്ല്, മൂന്നാമത്തെ സെല്ല്, നാലാമത്തെ സെല്ല്, അഞ്ചാമത്തെ സെല്ല്, ആറാമത്തെ സെല്ല്, ഇങ്ങനെ 6 സെല്ലുകൾ കണക്ട് ചെയ്തപ്പോൾ ഇവിടുത്തെ ടോട്ടൽ EMF എന്ന് പറഞ്ഞ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 9 വോൾട്ട് കിട്ടി. അങ്ങനെയെങ്കിൽ ഇതിൽ ഒറ്റൊന്നിലെ കാണാനാണ്. അപ്പോൾ എത്ര എണ്ണം തന്നിട്ടുണ്ട്? 6 എണ്ണം. ടോട്ടൽ വോൾട്ടേജ് എത്ര? 9. അങ്ങനെയെങ്കിൽ 9നെ 6 കൊണ്ട് ഹരിച്ചാൽ മതി, ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 1.5 എന്ന് കിട്ടി. അപ്പോൾ ഒരു സെല്ലിലെ EMF. ഇനി അതല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഒരു സെല്ലിലെ EMF എന്ന് പറഞ്ഞാൽ, ഒരൊറ്റ സെല്ലിലെ EMF എന്ന് പറഞ്ഞാൽ 1.5 എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ 1.5 പ്ലസ് 1.5 പ്ലസ് 1.5 പ്ലസ് 1.5 പ്ലസ് 1.5 ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? 1 2 3 4 5 6 ഇങ്ങനെയൊക്കെ നമ്മൾ മുന്നേ പഠിച്ചതൊക്കെ പാട് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടി? 9 വോൾട്ട് കിട്ടി. അപ്പോൾ ആ 9 വോൾട്ടിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? എത്ര സെല്ലുകളുണ്ട് അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഈസി ആയിട്ട് എന്ത് ചെയ്താൽ മതി? ടോട്ടൽ EMFനെ ടോട്ടൽ സെല്ല് കൊണ്ട്, ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ടോട്ടൽ വോൾട്ടേജിന് എന്ത് ചെയ്താൽ മതി? ടോട്ടൽ സെല്ല് കൊണ്ട് ഹരിച്ചാൽ മതി, ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ? ഞാൻ കുറച്ച് വിശാലമായി പറഞ്ഞു എന്നുള്ളൂ, പേടിക്കേണ്ട. ഒറ്റയടിക്ക് ഇങ്ങനെ മാത്രം ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ മക്കളെ, അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമ്മൾ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് തേർഡ് ക്വസ്റ്റ്യൻ. പ്രത്യേകം ശ്രദ്ധിക്കുക. എന്താണ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ? ഒരു സർക്യൂട്ടിലൂടെ വളരെ ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കണം. ഒരു വൈദ്യുത സർക്യൂട്ടിൽ എ എന്ന ബിന്ദുവിൽ നിന്ന് 10 കൂളോം ചാർജ് ബി എന്ന ബിന്ദുവിലേക്ക് എത്താൻ 100 ജൂൾ പ്രവൃത്തിയെടുത്തു. വർക്കാണ്. അങ്ങനെയെങ്കിൽ എ ബിക്ക് ഇടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയാണ്? മക്കളെ ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചു നോക്കണം. എന്താണ്? ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട്, ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ 100 ജൂൾ വർക്ക് ഈസ് ഡൺ, 100 ജൂൾ വർക്ക് ചെയ്യാൻ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ 100 ജൂൾ വർക്ക് ചെയ്തു. എങ്ങനെ? 10 കുളോം ചാർജിനെ എ എന്ന പോയിന്റിൽ നിന്നും ബി എന്ന പോയിന്റിലേക്ക് എന്ത് ചെയ്യുന്നു? നീക്കുന്നു. അപ്പോൾ എ എന്ന പോയിന്റിൽ നിന്ന്, മക്കളെ ക്വസ്റ്റ്യൻ ശരിക്കും അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ എക്കും ബിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം, വോൾട്ടേജ് എത്ര, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയെന്ന് ചോദിച്ചിട്ടുള്ളത്. ഒരു കൺഫ്യൂഷൻ വേണ്ട. നോക്കി, ഞാൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് വെച്ചു. ഇതൊരു സർക്യൂട്ടിൽ ഒരു കഷ്ണമാണെന്ന് വിചാരിക്കാം, എന്തെങ്കിലും ഒരു കണ്ടക്ടറാണെന്ന് വിചാരിക്കാം. ഇതിനകത്ത് ഞാൻ എ എന്നൊരു പോയിന്റും ബി എന്നൊരു പോയിന്റ് ഞാൻ രേഖപ്പെടുത്തുന്നു. ഇതിൽ എ എന്ന പോയിന്റിൽ നിന്ന് എത്ര കുളം ചാർജാണ് പാസ് ചെയ്യേണ്ടത്?
10 കുളോം ചാർജ്. എത്ര കുളോം ചാർജാണ്? 10 കുളോം ചാർജിനെ ഞാൻ എ എന്ന പോയിന്റിൽ നിന്ന് എങ്ങോട്ട് ചലിപ്പിക്കണം? ബി എന്ന പോയിന്റിലേക്ക് ചലിപ്പിക്കണം. അത്രേ ഉള്ളൂ. ശ്രദ്ധിക്കും മക്കളെ, എല്ലാവരും ക്ലിയർ ആയിട്ട് ഒന്നും കൂടി ശ്രദ്ധിച്ച്, ഒറ്റ ശ്രദ്ധിച്ച്. എന്താ വന്നിട്ടുള്ളത്? ക്വസ്റ്റ്യൻ എന്താ വന്നിട്ടുള്ളത്? എ എന്ന പോയിന്റിൽ നിന്ന് 10 കുളോം ചാർജിനെ എങ്ങോട്ട് എത്തിക്കണം? ബി എന്ന പോയിന്റിലേക്ക് എത്തിക്കണം. ഓർത്തേക്ക്, ഒന്നുകൂടെ ഓർത്തേക്ക്. എന്താണ്? എ എന്ന പോയിന്റിൽ നിന്ന് 10 കുളോം ചാർജിനെ എങ്ങോട്ട് എത്തിക്കണം? ബി എന്ന പോയിന്റിലേക്ക് എത്തിക്കണം. അതിന് എത്ര ജൂൾ വർക്ക് ചെയ്തു? 100 ജൂൾ പ്രവൃത്തി ചെയ്തു. ഞാൻ എന്ത് ചെയ്തു? ഇവിടുന്ന് ഒരു ഡെസ്ക് അവിടെ തള്ളിയിട്ട് എന്ത് ചെയ്യുക? വേറെ സ്ഥലത്തേക്ക് കൊണ്ടുവച്ച് വിചാരിക്കുക. അവിടെ 100 ജൂൾ പ്രവൃത്തി ചെയ്തു വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഈ എക്കും ബിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയെന്ന് ചോദിച്ചാൽ ഇത്ര ഉള്ളൂ നമ്മൾ ക്വസ്റ്റ്യൻ. അതായത് പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ വി എന്ന കൊണ്ടാണ് സൂചിപ്പിക്കുക. വി സമം വർക്ക് ഡൺ ബൈ ചാർജ്. ഇക്വേഷൻ പഠിച്ചേക്കുക. ഈ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും എന്താ ഈ പ്രോബ്ലം ചെയ്യട്ടെ. എന്താണ് നമ്മളെ ഇക്വേഷൻ? പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ബൈ ചാർജ് എന്നാണ്. വർക്ക് ഡൺ ബൈ ചാർജ്, അതായത് പ്രവൃത്തി ബൈ ചാർജ് ആണ്. പ്രവൃത്തി ചെയ്യാനുള്ള ആ പ്രവൃത്തി ബൈ ചാർജ്, അതാണ് വർക്ക്. അവിടെ നമ്മൾ എത്രത്തോളം പ്രവൃത്തി ചെയ്തു, അതിലെത്ര ചാർജ്, അല്ലേ? അതിനുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? പൊട്ടൻഷ്യൽ വ്യത്യാസം കിട്ടും. അങ്ങനെയെങ്കിൽ മക്കളെ ഞാൻ അവിടെ ഒന്നുകൂടി പറയട്ടെ. എ എന്ന പോയിന്റിൽ നിന്ന് ബി എന്ന പോയിന്റിലേക്ക് 10 കുളോം ചാർജിനെ ബി എന്ന പോയിന്റിലേക്ക് എത്തിക്കാൻ എത്ര പ്രവൃത്തി എടുത്തു? 100 ജൂൾ പ്രവൃത്തി എടുത്തു. അങ്ങനെയെങ്കിൽ പൊട്ടൻഷ്യൽ, ഇതിൻ്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം പൊട്ടൻഷ്യൽ വ്യത്യാസം കാണാൻ പറഞ്ഞാൽ വി സമം ഡബ്ല്യു ബൈ ക്യൂ. ഈ ഇക്വേഷൻ ഇപ്പം തന്നെ പഠിച്ചു വയ്ക്കുക. വി സമം ഡബ്ല്യു ബൈ ക്യൂ. അങ്ങനെയെങ്കിൽ ഡബ്ല്യു എത്രയാണ്? 100 ജൂൾ ബൈ ക്യൂ. ചാർജ് എത്രയാണ്? 10 ചാർജ്. അങ്ങനെയെങ്കിൽ വെട്ടിക്കളയല്ലേ? ഈ സീറോ വെട്ടുക. നമുക്ക് ആൻസർ എത്ര കിട്ടി? 10 എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ ആൻസർ എത്ര? 10 വോൾട്ട്. 10 വോൾട്ട്. മക്കളെ ക്ലിയർ ആണോ? ഞാൻ ജസ്റ്റ് വെറുതെ ഒരു എക്സാമ്പിൾ കൂടി പറയട്ടെ. ഒന്നുമില്ല. എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ഞാൻ വരച്ചു വിചാരിക്കാം. എ എന്ന പോയിന്റിൽ നിന്ന് ബി എന്ന പോയിന്റിലേക്ക് ഒരു 20 കുളോം ചാർജിനെ എത്തിക്കുന്നു വിചാരിക്കുക. അവിടെ 100 ജൂളാണ് വരുന്നത് വിചാരിക്കുക. അങ്ങനെ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതേപോലെ തന്നെ എന്താണ്? വി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ക്യൂ. വി എത്രയാണ്? 100. ഡബ്ല്യു എത്ര? 100. ക്യൂ എത്ര? 20 അങ്ങനെ ഈ 0 വിട്ടാൽ 10നെ 2 കൊണ്ട് വെച്ചാൽ എത്ര? 5 കിട്ടി. അപ്പോൾ 5 വോൾട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാം മക്കൾ. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ വളരെ ക്ലിയർ ആയിട്ട് എല്ലാവരും പഠിച്ച ഡബ്ല്യു ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ വി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ക്യൂ. ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നിട്ടില്ല, പക്ഷെ നിങ്ങൾ പഠിച്ചേക്കണം. പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന വർക്ക് എത്രയും അതിനെ ചാർജ് കൊണ്ട് ഹരിച്ചാൽ മതി. ഓക്കെ ആണല്ലോ? അങ്ങനെയെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്തൊരു പ്രോബ്ലവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 6 ടോർച്ച് സെല്ലുകൾ, സാധാ ബാറ്ററി ആയിട്ട് സങ്കല്പിക്കാം. 6 ടോർച്ച് സെല്ലുകളെ 9 വോൾട്ട് സഫല വോൾട്ടത ലഭിക്കുന്ന വിധം ഒരു ബൾബും സ്വിച്ചുമായി ബന്ധിപ്പിക്കുന്ന ഒരു സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാനാണ്. നമ്മളോട് എന്താണ്? ഡ്രോ എ സർക്യൂട്ട് ഡയഗ്രാം. എങ്ങനെയായിരിക്കണം? ഡിസ്ക്രൈബിങ് ഹൗ 6 ടോർച്ച് സെൽ, 6 ടോർച്ച് സെല്ല് വരുന്നുണ്ട്. ഷുഡ് ബി കണക്റ്റഡ് ടു ബൾബ് ആൻഡ് സ്വിച്ച് ആൻഡ് എഫക്റ്റീവ് വോൾട്ടേജ് എത്ര വരണം? 9 വോൾട്ട് വരണം. അപ്പോൾ ഒരു സെല്ല് നമ്മൾ കണക്കാക്കുന്ന സാധാരണ രീതിയിൽ ഇങ്ങനെയാണ്, അല്ലേ? ഇതാണ് ഒരു സെല്ല്. ഇതിൻ്റെ നമുക്ക് എന്തറിയാം? 1.5 വോൾട്ട് ആണെന്ന് അറിയാം. അപ്പോൾ അത് 9 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം കിട്ടണമെങ്കിൽ നിങ്ങൾ എങ്ങനെ തന്നെ കണക്ട് ചെയ്യണം? നമുക്ക് സെല്ലിനെ 2 രീതിയിൽ കണക്ട് ചെയ്യാം. ഒന്ന് സീരീസ് ആണ്, മറ്റൊന്ന് പാരലൽ ആണ്. ഒന്ന് ശ്രേണി രീതി, മറ്റൊന്ന് സമാന്തര രീതി. അപ്പോൾ ശ്രേണി രീതിയിലാണ് അങ്ങനെ നേരെ ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി, അല്ലേ? അപ്പോഴല്ലേ കൂട്ടി പോയി 9 വോൾട്ട് എത്തുക. അങ്ങനെയെങ്കിൽ ഇതാ ഇവിടെ നോക്കൂ. ഒരു സെല്ലിൻ്റെ പറഞ്ഞാൽ 1.5 ആണ്. ഇതും 1.5, ഇതും 1.5, ഇതും 1.5, ഇതും 1.5, ഇതും 1.5. അങ്ങനെയെങ്കിൽ ഇതൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര എണ്ണം കിട്ടി? 1, 2, 3, 4, 5, 6. 2 എണ്ണം കൂട്ടിയാൽ 3 എന്ന് കിട്ടി. അടുത്ത 2 എണ്ണം കൂട്ടിയാൽ 3 എന്ന് കിട്ടി. അടുത്ത 2 എണ്ണം കൂട്ടിയാൽ 3. അപ്പോൾ 3 + 3 എത്ര കിട്ടി? 9 വോൾട്ട് എന്ന് കിട്ടി. അപ്പോൾ ശ്രേണി രീതിയിൽ സീരീസിൽ കണക്ട് ചെയ്താണ് നമുക്ക് എത്ര കിട്ടുക? 9 വോൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഏതിൽ കണക്ട് ചെയ്യണം? സീരീസിൽ കണക്ട് ചെയ്യണം, ശ്രേണി രീതിയിൽ കണക്ട് ചെയ്യണം. അങ്ങനെയെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറഞ്ഞാൽ ഒന്നുമില്ല. 1, 2, 3, 4, 5, 6. ഇനി എന്ത് ചെയ്യണം? ഒരു സെല്ലായിട്ട് കണക്ട് ചെയ്ത് ഇങ്ങനെ വെച്ച് വിചാരിക്കാം. നമ്മളോട് എന്താ പറഞ്ഞത്? 6 ടോർച്ച് സെൽ 9 വോൾട്ട് സപ്ലൈ ലഭിക്കുന്ന വിധം ഒരു ബൾബ് സ്വിച്ചുമായി ഘടിപ്പിക്കുക. അപ്പോൾ ഒരു ബൾബ് ഇങ്ങനെ വരയ്ക്കാം.
ഇതിനകത്തൊരു ബൾബ് ഇങ്ങനെ വരച്ചു. ഇനി ഒരു സ്വിച്ച്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് എന്ത് ചെയ്യുക, ഒരു സ്വിച്ചൊക്കെ കൊടുക്കുക. അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇത്ര ഉള്ളപ്പോൾ ഇതാണ് ഒരു സ്വിച്ച് കണക്ട്. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യനുകൾ നമുക്ക് എപ്പോഴും പരീക്ഷയ്ക്ക് ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾക്ക് ഇവിടെ ശ്രേണി രീതിയിലാണോ, സമാന്തര രീതിയിലാണോ, സീരീസ് കണക്ഷൻ ആണോ, പാരലൽ കണക്ഷൻ ആണോ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നത്. ഇനി ഇങ്ങനെ 6 എണ്ണം കണക്ട് ചെയ്തിട്ട് ഒന്നിലെ EMF കണ്ടെത്താൻ പറഞ്ഞാൽ എന്ത് ചെയ്ത് ടോട്ടൽ EMFനെ, ടോട്ടൽ വോൾട്ടേജിനെ 6 എത്ര സെല്ലുണ്ട് അത്രയും സെല്ലുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ ഇങ്ങനെ 4 ക്വസ്റ്റ്യൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ക്വസ്റ്റ്യനാണ് മക്കളെ നമ്മൾ ചെയ്ത്. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ, 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കാണണം. ഏതെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കാണണം. അതോടൊപ്പം തന്നെ ചെയ്തുകൂടി നോക്കണം. നിങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തെ ലെറ്റേഴ്സിനകത്ത് വരുന്ന, അതായത് തുടർ പ്രവർത്തനത്തിൽ വരുന്ന ക്വസ്റ്റ്യനുകളാണ് ഞാൻ സെലക്ട് ചെയ്ത്. ഇതൊക്കെ മുന്നേ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ചോദിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് നമ്മളിത് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ കുറച്ച് സമയം എടുത്തെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആരും സ്കിപ്പ് ചെയ്യാതെ സാവധാനം ഇരുന്ന് കാണണം. നിങ്ങളെല്ലാവരും കാണുമെന്ന് എനിക്കറിയാം. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ എന്ത് ചെയ്യുക, നിങ്ങൾക്കൊരു ആൻസർ ചെയ്യാണ്. ഞാൻ AB എന്നുള്ള 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ആ ചിത്രങ്ങളുടെ പേരും എഴുതണം. അത് എങ്ങനെയാണ് ഒരു സർക്യൂട്ടിൽ ഘടിപ്പിക്കുക എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ താഴെ ഈ വിഷ്വൽ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ എൻ്റെ എല്ലാ മക്കൾസും എന്ത് ചെയ്യണം, കറക്റ്റ് ആൻസർ ടൈപ്പ് ചെയ്തിടണം. ഞാൻ എല്ലാവരും ആൻസറും നോക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ കറണ്ട് ഇലക്ട്രിസിറ്റി ധാരാവൈദ്യുതി എന്ന ചാപ്റ്ററിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ക്വസ്റ്റ്യൻ ആണ്. ഞാൻ വീണ്ടും നിങ്ങളോട് പറയണം, ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ എൻ്റെ പൊന്നു മക്കൾസ് ഒരു 2-3 പ്രാവശ്യം നിങ്ങൾ കാണുമെന്ന് എനിക്കറിയാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനോടൊക്കെ അന്വേഷണങ്ങൾ പറയുക, സൈലത്തിൻ്റെ ക്ലാസ്സുകൾ നിങ്ങളെല്ലാവരും കാണാൻ പറയാം. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത പരീക്ഷയ്ക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനൊക്കെ വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒന്നുകൂടിയും പറയുന്നു, ഇതിൻ്റെ ആൻസറിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ JK സാറുടെ ക്ലാസ് സൂപ്പറാണെന്നൊക്കെ പറഞ്ഞാൽ താഴെ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമൻറ്റും ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ആൻസർ ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.